ഹലോ, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. രാത്രി 9:45 ഇപ്പോൾ കട അടച്ചു കഴിഞ്ഞിട്ടാണ് പിള്ളേർക്ക് തോന്നിയത് ഒന്ന് പുറത്ത് പോകണമെന്ന്. എന്നാൽ ഒട്ടും നമ്മളത് മാറ്റി വെക്കണ്ടെന്ന് ഓർത്ത് പിള്ളേരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ചാത്യാത്ത്, അതായത് ഐ ലവ് കൊച്ചിയിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ എന്തൊരു തിരക്കാണെന്നോ. 10-10:30 പക്ഷേ ഈ ഇഷ്ടംമാതിരി ആൾക്കാർ. പിന്നെ രാത്രി ഈ കായലൊക്കെ കാണാൻ ഭയങ്കര ഒരു രസമാണ്. എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ മിന്നിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മൂണിനെ കണ്ടു. നല്ല ഫുൾ മൂണാട്ടോ. അത് ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അടിപൊളിയായിരുന്നു. എനിക്ക് രാത്രി ഇങ്ങനെ മൂണിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? പണ്ട് അമ്പിളിയമ്മാവനെ കാട്ടിയല്ലേ നമ്മുടെ അമ്മമാർ ചോറ് തന്നുകൊണ്ടിരുന്നത്. അതങ്ങോട്ട് ഓർമ്മ വന്നു നേരെ നോക്കിയപ്പം. പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പോയിരുന്നു. ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാനും ഷെറിനും ഇങ്ങനെ സാൻഡ്ര എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റിൻ്റെ എന്തോ. ഞങ്ങളിവിടെ വെറുതെ നിന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അത് താഴെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്കെന്തോ തല കറങ്ങുന്നത് പോലെ ഞാനിങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി. സാൻഡ്ര ഇവിടെ എന്തോ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് എപ്പോഴാണ് മൂണിനെ കണ്ട് ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങനെ വെള്ളത്തിൽ നോക്കുമ്പോൾ പായൽ ഒഴുകി വരുമല്ലോ. കുറച്ച് നേരം ആ ഒഴുകി വരുന്ന പായൽ നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളും കൂടെ മൂവ് ആകുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ കായലോരത്തൊക്കെ നിൽക്കുമ്പോൾ? അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണിന് എന്തോ സംഭവിക്കുന്ന പോലെ ഞാനോർത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാവർക്കും അങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം നല്ല എല്ലും കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലേറ്റ് മേടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് കഴിച്ചു കേട്ടോ. വീട്ടിൽ കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ മേടിച്ചില്ല. ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നല്ല ചൂടും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല നോക്കി കഴിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചു. പിന്നെ ഇതാണ് സാൻഡ്ര ഓർഡർ ചെയ്തത്. എന്താ മഡ് ചോക്ലേറ്റോ എന്തോ പറയണ്ടായി. അതിൻ്റെ ഇത് ഇവിടെ ഐസ്ക്രീം ബോളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ മധുരം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ചോക്ലേറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ മഡാണൊക്കെയെന്ന് അറിഞ്ഞപ്പോൾ ഇതാണ് മണ്ണ് പോലെ ഇരിക്കണ കണ്ട, ഇതാണ് മഡ് ചോക്ലേറ്റ്. അപ്പോൾ എല്ലാവരും അതും എക്സ്പ്ലോർ ചെയ്തു. 148 രൂപ എങ്ങാണ്ടായിരുന്നു ഒരു ഇതിന്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ മധുരമില്ല, എന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റ്. എന്തോ കേക്കും ചോക്ലേറ്റ്സൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടതുപോലെ ഒരു ടേസ്റ്റ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീമും ഉണ്ടായിരുന്നല്ലോ, അത് വേറൊരു ടേസ്റ്റായിരുന്നു. എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴല്ലേ ഇങ്ങനെ എന്തെങ്കിലും നമ്മളും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിള്ളേരെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പൊടിക്കൈകൾ. പിന്നെ ചെറുതാ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ആ കടയിലോട്ട് പോയി പാനിപ്പൂരി ഒരു പ്ലേറ്റ് മേടിച്ചോട്ടെ. എല്ലാം ഓരോ പ്ലേറ്റേ മേടിച്ചുള്ളൂ. എല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ പങ്കിട്ട് കഴിച്ചു. എനിക്ക് പാനിപ്പൂരി വേണ്ട, ദഹിപ്പൂരി മതി പറഞ്ഞു. ദഹി എന്ന് വെച്ചാൽ തൈരാട്ടോ. അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും, കാണാൻ നല്ലതായിരിക്കും, കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ പുതിനയുടെ ഒരു ഇതൊക്കെ ഒഴിച്ചിട്ട് പിന്നെ തൈരും ഒക്കെ ഇട്ട് തരുമ്പോൾ അത് സൂപ്പറായിരിക്കും. അപ്പോൾ എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മേടിച്ചു, എല്ലാവർക്കും കൊടുത്തു. ഞാനൊരു 2 എണ്ണം കഴിച്ചു, അച്ചയുടെ വായിലോട്ടും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ രാത്രിത്തെ വിശേഷം. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഇനി ചെന്ന് കിടന്നുറങ്ങണം, വയറ് നിറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്ന ഒരു സബും കൂടെ ചെയ്യണേ.